ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ മധ്യപ്രദേശിലെ നമ്മളുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ ആയിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ധാരാളം ആളുകൾ കടന്നു വന്നു. ഒരു ഹാള്, അതിനോട് ചേർന്നുള്ള 3 മുറികൾ, അതിലൊക്കെ ആളുകൾ ഇരിക്കുകയായിരുന്നു. പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകളെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ഇവർ എത്ര നാളുകളായി വിശ്വാസത്തിൽ വന്നിട്ട് ആ സ്ഥലങ്ങളിൽ ആദ്യമായി സത്യസുവിശേഷം എത്തുന്നത് ഏതാണ്ട് 2000-നോടടുത്താണ്. ആദ്യമായി അപ്പോഴാണ് ആ സ്ഥലത്ത് സുവിശേഷം എത്തുന്നത്. അവിടെ ആരാണ് സുവിശേഷം എത്തിച്ചത്? അവിടെയുള്ള ദൈവദാസന്മാരുമായി സംസാരിച്ചപ്പോൾ വളരെ ഉള്ളിലുള്ള പ്രദേശങ്ങൾ, അവിടെ ആദ്യമായി സുവിശേഷം എത്തിച്ചത് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയാണ്. KP യോഹന്നാൻ സാറ് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഗോസ്പൽ ഫോർ ഏഷ്യ. ആദ്യമായി അവരാണ് ഫിലിം പ്രദർശനത്തിലൂടെ ആ ഡീപ്പ് ഇൻറ്റീരിയർ വില്ലേജസിൽ യേശുവിനെക്കുറിച്ചുള്ള സത്യസുവിശേഷം എത്തിച്ചത്. 1997 ഒക്കെ ആയിരിക്കും അവിടെ ആദ്യത്തെ വിശ്വാസി സ്നാനപ്പെടുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതെ, അങ്ങനെ സുവിശേഷം വളർന്നു. വിശ്വാസികൾ അധികമായി ഉണ്ടാകുവാൻ തുടങ്ങി. ഇന്ന് 2000-ൽ ഒരു സഭ അല്ലെങ്കിൽ 2, 3, 4 സഭകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് വീടുകളിൽ നടക്കുന്ന 300ഓളം സഭകൾ ആ ഒരു ജില്ലയിൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള സമയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ. എന്നാൽ ദൈവത്തിന് മനുഷ്യരുടെ എതിർപ്പ് വിഷയമല്ല. മനുഷ്യരെ എതിർക്കുവാൻ കഴിയും. എന്നാൽ മനുഷ്യർക്ക് ദൈവത്തെ എതിർക്കുവാൻ കഴിയുകയില്ല. അതെ, അവൾ ഏറ്റവും എതിർപ്പുണ്ട് എന്ന് പറയപ്പെടുന്ന കാലത്ത് തന്നെ അവിടെ 100 കണക്കിന് ആരാധനകൾ. അതാരുടെയും ഒരു മനുഷ്യൻ്റെ പ്രത്യേകമായ ശ്രമഫലമായി നടന്നതല്ല. മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ ദൈവം അവരുടെ അന്ധകാരത്തെ മാറ്റി ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു. അവർ സത്യസുവിശേഷം അറിഞ്ഞു. അവിടെ ഏറ്റവും സീനിയറായ പാസ്റ്റർ, അതെ, ഏതാണ്ട് 20 വർഷം മുൻപാണ് അദ്ദേഹം കർത്താവിനെ സ്വീകരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 2 മക്കളും നമ്മളോടൊപ്പം കർത്താവിൻ്റെ വേലയിലാണ്. 100 കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിച്ചു. എതിർപ്പുകളുണ്ടോ? ഉണ്ട്. ഞങ്ങൾ പോയ സ്ഥലത്ത് ആരാധന നടന്ന ഭവനം അവിടെയല്ലായിരുന്നു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് 5 മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ എതിർപ്പായപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. ഞാൻ വിചാരിച്ചു പല കിലോമീറ്ററുകൾ ദൂരെയായിരിക്കും. എവിടെയാണ് എതിർപ്പ് നടന്നത്? 5 or 6 വീടിനപ്പുറത്തൊരു വീട്, അവിടെയാണ് എതിർപ്പ് നടന്നത്. എന്നാൽ അവിടെ എതിർപ്പുണ്ടായപ്പോൾ അവർ ആരാധന നിർത്തിയില്ല. ഒരു വീട് അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ആ സഹോദരൻ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, തൻ്റെ ഭവനം മുഴുവൻ തുറന്നു കൊടുത്തു. അവിടെ ആരാധന. അതെ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ. എത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ. നടക്കുവാൻ കഴിയാതെയിരുന്ന സഹോദരി, അവർ യേശുവിൻ്റെ പേര് കേട്ടിട്ടില്ലായിരുന്നു. എല്ലായിടത്തും പോയി പരാജയപ്പെട്ടപ്പോൾ നടുവിന് ക്ഷതം വന്ന് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ ഒന്നും കഴിയാതെ ഇരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടിട്ടില്ല, പേര് കേട്ടിട്ടില്ല. അവിടെ പോയി പ്രാർത്ഥിച്ചു. കർത്താവ് അവൾക്ക് വലിയ ആശ്വാസം നൽകി.
ഇന്ന് താൻ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. അപ്പോൾ അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കും, മനുഷ്യർ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് ആളുകളെ മതം മാറ്റുന്നു. അതങ്ങനെ ചെയ്യുവാൻ അത്ര വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല അത്. ഇത് ദൈവം ചെയ്യുന്നതാണ്. ഇന്നലെ ഞങ്ങൾ പോയത് ബീഹാറിലെ ഒരു ആരാധനയിലാണ്. ഞങ്ങൾ 20 വർഷം മുൻപ് അവിടെ സുവിശേഷ വേലയുമായി പോയിരുന്നു. ഫിലിം പ്രദർശനങ്ങൾ നടത്തുവാൻ പോയി. ഒരു സഹോദരനെ അവിടേക്ക് പ്രവർത്തിക്കുവാൻ അയച്ചു. എന്നാൽ അദ്ദേഹത്തെ കാണുവാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കാണില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ കാണില്ല. ചില മീറ്റിങ്ങുകൾ അവിടെ അറേഞ്ച് ചെയ്യും, അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹമില്ല. കാരണം ഒരു വിശ്വാസി പോലുമില്ല. തന്നോടൊപ്പം തന്നെ ഒന്ന് സഹായിക്കുവാൻ ഇവിടെ ആരുമില്ല. തൻ്റെ കൂടെ ഇരിക്കുവാൻ ഒരു വിശ്വാസി പോലുമില്ല. താൻ നമ്മളാക്കിയ ഇടത്ത് നിന്നും 200 കിലോമീറ്ററുകൾ ദൂരെയുള്ള തൻ്റെ വീട്ടിലേക്ക് പോകും. കാരണം ഇവിടെ നിൽക്കുവാൻ, തന്നോടൊപ്പം ആരാധിക്കുവാൻ ഒരാൾ പോലുമില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ന് ഒരിക്കൽ പോലും യേശുവിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആരാധന നടന്നിട്ടില്ലാത്ത ആ സ്ഥലത്ത് ഇന്ന് അന്ന് ഓടിപ്പോയ സഹോദരൻ്റെ അടുക്കൽ ഇന്ന് ഏതാണ്ട് 200-300 വിശ്വാസികളുണ്ടായിരിക്കും. ഞങ്ങൾ മറ്റൊരു ആരാധനയിലാണ് പോയത്. അവിടെയും ഒരു കൂട്ടം യൗവനക്കാർ, കുഞ്ഞുങ്ങൾ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുന്ന കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിച്ചു. പറഞ്ഞു വരുന്നത്, ഈ കാലം ഭാരതത്തിനു വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക കാലമാണ്. സുവിശേഷം ഗ്രാമങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം എത്തി. അതിനുവേണ്ടി ദൈവം സാധാരണക്കാരായ ദൈവദാസന്മാരെ, തദ്ദേശീയരായ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ഉപയോഗിക്കുന്നു. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ സന്ദർശിക്കുവാൻ, അവരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത ആ ദൈവദാസന്മാരെ, ആ ദൈവദാസിമാരെ വചനം പഠിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് നമ്മൾ തയ്യാറാണോ? ഇന്ന് ഞങ്ങളോടൊപ്പം ജെഫ്രി പാസ്റ്ററും ടീച്ചറായ തൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളുമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, പൊടിക്കുഞ്ഞുങ്ങളാണ്. അവരോടൊപ്പം തന്നെ എല്ലാന്നോടെ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങൾ മിഷൻ വയലുകൾ സന്ദർശിക്കും, അവരോടൊപ്പം സമയം ചിലവഴിക്കും, അവരോടൊപ്പം ഭക്ഷണം കഴിക്കും, അവരോടൊപ്പം പ്രാർത്ഥിക്കും, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പറഞ്ഞു വരുന്നത്, ഈ സമയം ഉത്തരഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. സുവിശേഷം വളരെ വേഗം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് പെനിട്രേറ്റിംഗ് ത്രൂ ടു ദ ഡീപ്പ് ഇൻറ്റീരിയർ വില്ലേജസ്. ഈവൻ വി ഹാവ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. മൊർദെഖായി എസ്തേറിനോട് പറയുകയാണ്, ഈ സമയത്തിന് വേണ്ടിയല്ലയോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? നീ ഈ സമയത്ത് മിണ്ടാതെ ഇരിക്കുകയാണോ വേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജോലി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ കരിയർ, അത് മാത്രം മതിയോ? ദൈവം ജീവിക്കുവാനൊക്കെ നമുക്ക് നൽകിയിട്ടില്ലേ? ഒരല്പം നീണ്ട അവധിയെടുത്താൽ, 1 വർഷത്തെ ഒരു അവധിയെടുത്താൽ ഒന്നും നഷ്ടപ്പെടില്ല. പ്രിയമുള്ളവരെ, അനേകർ രക്ഷിക്കപ്പെടും, അനേകർ രക്ഷപ്പെടും, അനേകർ യേശുവിനെ അറിയും. നമുക്ക് തീരുമാനങ്ങളെടുക്കാം. ഈ സമയം നമുക്കും പ്രയോജനപ്പെടുത്താം. ഇത് ദൈവം ഭാരതത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന സമയമാണ്. ഗാഡ് ബ്ലസ് യു.